ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ട് സ്പെഷ്യൽ ഒന്നുമില്ലെന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു. നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആവുന്ന കുറഞ്ഞ മെറ്റീരിയൽസ് കൊണ്ട് കുറഞ്ഞ ചിലവിൽ ചെയ്യാൻ പറ്റുന്നൊരു കിഡിലൻ വർക്കാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതെല്ലാവർക്കും പരിചയമുള്ള റൈറ്റാണ്. വുളൻ ത്രെഡാണ്. ഏകദേശം ഒരു 15 രൂപ അളവിൽ നമുക്ക് ഇത് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഒരു 3 കളറാണ് ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത്. നമ്മുടെ ഫ്ലാഗിൻ്റെ കളറാണ് കേട്ടോ. ഓറഞ്ചും ഗ്രീനും വൈറ്റും ആണ് എടുത്തിരിക്കുന്നത്. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്കിതിൽ വലിയ മെറ്റീരിയൽസിന് വേണ്ടിയിട്ട് ഒരുപാട് കോസ്റ്റ് നമുക്കിതിന് വേണ്ടിയിട്ട് ചിലവാക്കേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല. അപ്പോൾ നമ്മൾ ചെയ്യുന്ന സ്റ്റെപ്പ് എങ്ങനെ നോക്കാം കേട്ടോ. അപ്പോൾ നമ്മളിത് ഏകദേശം ഒരു 10 ലെയർ എടുക്കണം കേട്ടോ. 10 ലെയർ എടുത്താലും നിങ്ങൾക്ക് ഈ ഒരു വുളൻ ത്രെഡ് നിറയെ ബാലൻസ് ഉണ്ടാവും. ഒരു 5-6 മക്കൾക്കൊക്കെ നല്ലതുപോലെ ഈ ഒരു ബണ്ടിൽ വെച്ചിട്ട് നമുക്ക് 5-6 ഹെയർ ബാൻഡൊക്കെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതേപോലെ ഞാനൊരു 10 ലെയറാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത്യാവശ്യം ലെങ്ത്തിൽ നമ്മളിത് ചെയ്യുന്നുണ്ട്. ഞാൻ അലിഗേറ്റർ ക്ലിപ്പിൽ കൂടിയിട്ട് ഇത് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മുടെ വീഡിയോയിൽ യാദൃശ്യമായിട്ടത് ഉൾപ്പെടുത്താൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഹെയർ ബാൻഡ് മാത്രമേ ചെയ്യുന്ന വീഡിയോ കാണിക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഒരുപാട് വീഡിയോസ് ഇതുപോലെ ചെയ്തിട്ട് അലിഗേറ്റർ ക്ലിപ്പിൽ അറ്റാച്ച് ചെയ്യുന്നത് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ അത് നോക്കി ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒരു 10 ലെയർ കേട്ടോ. നമ്മൾ 3 കളറും ഇതേപോലെ ഏകദേശം ഒരേ ലെങ്ത്ത് വരുന്ന തരത്തിൽ 10 ലെയർ വെച്ചിട്ട് നമുക്കൊന്ന് സെറ്റാക്കി എടുക്കാം കേട്ടോ. അത് കണ്ടില്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് നമ്മുടെ വർക്ക് തുടങ്ങാം. പിന്നെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം നല്ല ലെങ്ത്തിലെടുക്കുക. കാരണം നമുക്ക് ചെറിയ പീസൊക്കെ ആയിട്ട് വരുമ്പോൾ ചിലപ്പോൾ ഇത് നമ്മൾ ജോയിൻ്റ് ചെയ്യുമ്പോൾ ഭയങ്കര ബോറായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അത്യാവശ്യം അളവ് നോക്കിയിട്ട് ചെയ്ത് നോക്കുക. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നറിയോ, ഈ 3 ത്രെഡും കൂടിയിട്ട് ഇതേപോലെ ഒന്ന് ജോയിൻ്റ് ചെയ്ത് കെട്ടിക്കൊടുത്താൽ മതി കേട്ടോ. നമുക്ക് ഈ വുളൻ ത്രെഡ് വെച്ച് തന്നെ ഒന്ന് കെട്ടിക്കൊടുത്താൽ മതി. അല്ലെങ്കിൽ നമ്മളത് ചെയ്യുന്ന സമയത്ത് ലൂസായി വരും. നമ്മൾ ചെയ്ത വർക്കെല്ലാം തന്നെ അഴിഞ്ഞു പോകും കേട്ടോ. പിന്നെ എന്താ ചെയ്യേണ്ടത്, ഇതേപോലെ ഒരു ത്രെഡ് വെച്ചിട്ട് ജസ്റ്റ് അതിൻ്റെ അറ്റം ഭാഗം ഒന്ന് കെട്ടിക്കൊടുക്കാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ എളുപ്പമുള്ളൊരു കാര്യമാണ് കേട്ടോ. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആണെങ്കിലും അല്ലെങ്കിൽ നമ്മളൊക്കെ ആണെങ്കിലും മുടി പിന്നിയിടുണ്ടല്ലോ, മെടഞ്ഞിടുക എന്നൊക്കെ പറയും. അപ്പോൾ അതുപോലെ ഇതൊന്ന് പിന്നിയിട്ടാൽ മതി കേട്ടോ. അപ്പോൾ കാണിച്ചു തരാം. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത് ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാം. നമ്മുടെ മലയാളീസ് ആയതുകൊണ്ട് തന്നെയാണ് ഞാനിതിൽ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാ അമ്മമാർക്കും അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്കാണെങ്കിലും ഈ ഒരു വർക്ക് അല്ലെങ്കിൽ ഇതുപോലെ ചെയ്യാൻ ശരിക്കും അറിയാം കേട്ടോ. അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമൊന്നും തന്നെയില്ല. നമ്മൾ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു ത്രെഡ് എല്ലാം ഒരേ കളറ് ഒരേ ലെയറിൽ തന്നെ വരാൻ വേണ്ടിയിട്ട് ശ്രദ്ധിച്ചാൽ മതി. ഇതേപോലെ ഒന്ന് പിന്നെ എടുക്കുക കേട്ടോ. വളരെ ഈസിയാണ്. പക്ഷെ നമ്മളിത് ചെയ്യുന്ന സമയത്ത് ശരിക്കും എന്താ പറയുക, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഡിസൈൻ തന്നെയാണ് കിട്ടുന്നത് കേട്ടോ. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. വളരെ എക്സ്പെൻസീവ് ഒന്നും അല്ല. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 50 രൂപ അല്ലെങ്കിൽ ഒരു 60 രൂപ നിങ്ങൾ മുടക്കാൻ റെഡി ആണെങ്കിൽ, നിങ്ങൾ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരോ മറ്റോ ആണെങ്കിൽ ഒരു 60 രൂപ മുടക്കിയാൽ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു കുറേയധികം ഹെയർ ബാൻഡുകൾ കേട്ടോ. ഒരു 8 ഹെയർ ബാൻഡിനടുത്ത് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ പിന്നിട്ട് കൊടുക്കുക കേട്ടോ. അറ്റം വരെയും ചെയ്യാം. മാക്സിമം ലെങ്ത്തിലെടുക്കുക. പക്ഷെ നമ്മൾ ഒരുപാട് ലെങ്ത്ത് എടുക്കുമ്പോഴും പിന്നീട് ബുദ്ധിമുട്ടായിരിക്കും. ഏകദേശം നമ്മളത് വേസ്റ്റ് ആയി പോകാത്ത തരത്തിൽ എത്ര ഹെയർ ബാൻഡിന് വേണ്ടിയിട്ടാണോ നമ്മൾ ചെയ്യുന്നത് അതിനനുസരിച്ച് കാൽക്കുലേറ്റ് ചെയ്തെടുത്താൽ മതി. കണ്ടില്ലേ, ഇതേപോലെ മെടഞ്ഞെടുക്കുക. അത്യാവശ്യം കുറച്ച് വൃത്തിയിലൊക്കെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. കുറച്ച് സ്ലോ ആയിട്ടൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്കിത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതേ കണ്ടില്ലേ, നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേയുടെ അല്ലെങ്കിൽ നമുക്ക് ആ ഒരു തീമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഫ്ലാഗിൻ്റെ നിറത്തിലുള്ള ഹെയർ ബാൻഡിന് വേണ്ടിയിട്ട് നമ്മൾ അറ്റാച്ച് ചെയ്യുന്ന ഈ ഒരു വർക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, കുഞ്ഞു മക്കൾക്കാണെങ്കിലും ഒക്കെ വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് ബാൻഡായിട്ടോ നമുക്ക് കയ്യിൽ കെട്ടാനോ അല്ലെങ്കിൽ ഹെഡ് ബാൻഡായിട്ട് നമുക്കിതിൽ അറ്റത്ത് ബാൻഡ് അറ്റാച്ച് ചെയ്തിട്ട് യൂസ് ചെയ്യാം. നമ്മുടെ ഹെയർ ബാൻഡിൽ അറ്റാച്ച് ചെയ്തിട്ട് യൂസ് ചെയ്യാം. അലിഗേറ്റർ ക്ലിപ്പിൽ നിങ്ങൾക്കിത് ചെയ്തെടുക്കാം. കണ്ടില്ലേ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഡിസൈനാണ് കേട്ടോ. നമ്മുടെ ഈ ഒരു കളർ കോമ്പിനേഷൻ നമ്മളിനി എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ ഫ്ലാഗിൻ്റെ നിറം എന്നുള്ളത് അത് അത്രയും ബ്യൂട്ടിഫുൾ തന്നെയാണ്. പിന്നെ എന്താണ്, അപ്പോൾ ഇതേപോലെ എൻ്റെ ഭാഗത്തൊന്ന് കെട്ടിട്ട് കൊടുക്കുക. നമ്മൾ കെട്ടിട്ട് കൊടുക്കാതിരിക്കുമ്പോൾ എന്ത് പറ്റും എന്നറിയോ, നമ്മൾ ചെയ്തിട്ടുള്ള വർക്ക് അഴിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് കെട്ടിട്ട് കൊടുത്തിട്ട് ഇതേപോലെ സൈഡിൽ നിന്ന് ട്രിം ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ അറ്റാച്ച് ചെയ്യുന്ന ഹെയർ ബാൻഡ് നമുക്ക് വൈറ്റോ അല്ലെങ്കിൽ ഓറഞ്ചോ ഗ്രീനോ ഏതാണെങ്കിലും കുഴപ്പമില്ല, മാച്ച് ചെയ്യും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ എല്ലാവരും കൺഫ്യൂഷൻ ആവണ്ട. ഈ ഹെയർ ബാൻഡ് തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് ഓടി നടക്കേണ്ട ആവശ്യമില്ല. കയ്യിലുള്ളത് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ ഹെയർ ബാൻഡിന് എത്ര അളവിൽ നമുക്ക് ഈ ഒരു വുളൻ ത്രെഡിൻ്റെ നമ്മളൊരു പിന്നിയിട്ടുള്ള
ഈ ഒരു സംഭവം വേണോ അതിനനുസരിച്ച് കട്ട് ചെയ്യുക. നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ തലപ്പത്തിൽ കെട്ടിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ വീണ്ടും പറയുകയാണ് അഴിഞ്ഞു പോകും. അപ്പോൾ നിങ്ങൾ മറക്കാതെ കെട്ടിട്ട് കൊടുക്കണം കേട്ടോ. ഇത് നമ്മളിതിൻ്റെ സൈഡിൽ നിന്ന് ട്രിം ചെയ്ത് കൊടുക്കുക, ഒപ്പാക്കി കൊടുക്കുക കേട്ടോ. നമുക്കിതിൻ്റെ സെൻറ്റർ കണ്ടുപിടിച്ചിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? നമ്മൾ അതിൻ്റെ സെൻറ്റർ കണ്ടുപിടിച്ചതിന് ശേഷം നമ്മുടെ ഹെയർ ബാൻഡിലേക്ക് നമ്മൾ 7000 വെച്ചിട്ടോ അല്ലെങ്കിൽ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ടോ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഗ്രീൻ കളർ ഹെയർ ബാൻഡാണ് ഇവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ. കണ്ടില്ലേ? അതെ, നമ്മുടെ ഈ ഒരു പിന്നിയിട്ടിരിക്കുന്ന ഈ ഒരു വുളൻ ത്രെഡിൻ്റെ നമുക്ക് ഏകദേശം എല്ലാം ഒരേ വലുപ്പത്തിൽ ചെയ്യാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ഓരോ ഭാഗം ബൾജായിട്ട് നിൽക്കുമ്പോൾ അതിനൊരു അഭംഗി ഉണ്ടാവും. മാക്സിമം ഒരുപോലെ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ത്രെഡിൻ്റെ അറ്റത്ത് നമ്മുടെ സാരിയുടെ തുമ്പത്തൊക്കെ നമ്മൾ ടെസ്റ്റിലൊക്കെ കാണുന്നുണ്ടല്ലോ, ടെസ്റ്റിൽ വർക്ക്. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് അതുപോലെ ഇടണമെങ്കിൽ നമ്മുടെ ഈ ഒരു ത്രെഡ് കുറച്ച് ലെങ്ത്തിൽ കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ട്രിം ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേയുടെ ഒരു തീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ മാത്രമല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. ഒരുപാട് മെറ്റീരിയൽസിന് വേണ്ടിയിട്ടൊന്നും തന്നെ ഓടി നടക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇതുവരെ എല്ലാവർക്കും ബൈ ബൈ.